പ്ലസ് വൺ സുവോളജിയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. സോ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് എ മിനിറ്റ്. What are the conditions for the formation of oxyhemoglobin? ഓക്സിഹീമോഗ്ലോബിൻ ഉണ്ടാവാനുള്ള എന്തൊക്കെ കണ്ടീഷൻസ് ആണ് വേണ്ടത് എന്നാണ്. പ്രധാനമായിട്ടും 4 കണ്ടീഷൻസ് ആണ് വേണ്ടത്. ഈ 4 കണ്ടീഷൻസിൽ മാത്രമേ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിൽ ചേരത്തുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വളരെ കൂടുതലായിരിക്കണം. ഓഫ് കോഴ്സ് എങ്കിലല്ലേ ഹീമോഗ്ലോബിനായിട്ട് അത് കമ്പൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ കുറവായിരിക്കും. H+ കോൺസെൻട്രേഷനും കുറവായിരിക്കും. അതുപോലെ നല്ല തണുപ്പായിരിക്കണം. അതെ, ലോ ടെമ്പറേച്ചർ. സോ ഇത്രയും ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന സമയത്താണ് നമ്മുടെ ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിൽ ചേരുന്നത്. ഓക്കെ, സോ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അടിപൊളിയായിട്ട് പഠിക്കാനുണ്ട്. നാളെ ഈ ചാപ്റ്ററിന്റെ ലൈവുമായിട്ട് ഞാൻ എത്തുന്നുണ്ട്. മക്കളെ മറക്കരുത്, എല്ലാവരും വരിക.